ബംഗാളി മാതൃഭാഷയായ കിഴക്കൻ പാകിസ്ഥാനിലും ഔദ്യോഗിക ഭാഷ ഉറുദു മാത്രം മതിയെന്ന് 1948 പാകിസ്ഥാൻ ഭരണകൂടം തീരുമാനിച്ചത്. പതിയെ ഇതിനെതിരെ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിരുന്നു ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ. പ്രതിഷേധം അടിച്ചമർത്താൻ 1952 ഫെബ്രുവരി 21 സൈന്യം നടത്തിയ അതിക്രമത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായി. ആ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയിലാണ് ലോകം എല്ലാ ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. മതത്തിന്റെ പേരിൽ രൂപീകൃതമായൊരു രാഷ്ട്രം ഭാഷയുടെ പേരിൽ വീണ്ടും ഒന്നിച്ചു. കിഴക്കൻ പാകിസ്ഥാൻ 1971 ബംഗ്ലാദേശ് എന്ന സ്വാതന്ത്ര്യ രാജ്യമായി മാറി. മനുഷ്യന്റെ സ്വത്വബോധങ്ങളിൽ ഭാഷയ്ക്കുള്ള ആഴവും കരുത്തുമാണ് ആ ഓർമ്മകൾ പകരുന്ന പാഠം. മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ കുറിച്ചിട്ട ഭാഷാ പ്രതിജ്ഞ നമുക്ക് ഇന്നത്തെ മാതൃഭാഷാ ദിനത്തിൽ ഒരിക്കൽ കൂടി പുതുക്കാം. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്.